മക്കളെ, അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക് കേട്ടോ. എല്ലാവരും ഈദൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാ പെരുന്നാളുകളും ഞാൻ ആഘോഷിക്കുന്നത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഫാസിയുടെ വീട്ടിലാട്ടോ. അപ്പം ഇത്തവണ അവളുടെ വീട്ടിൽ തന്നെയാണ് ഞാനും കൊക്കപ്പനോട് ആഘോഷിക്കാൻ പോയത്. പിന്നെ ദേ മെയിനായിട്ട് നടക്കുന്ന ഒരു കാര്യം കേട്ടോ, ഫുഡ് അടി. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഉമ്മിച്ചാടെ ബീഫ് കറി കേട്ടോ. ഒരു മസാലകളുടെയും കുത്ത് ഒന്നും തന്നെ ഇല്ലാതെ ഒതൻറ്റിക് ആയിട്ട് ആ ബീഫിൻ്റെ ടേസ്റ്റ് തന്നെ കേട്ടോ ഇങ്ങനെ എടുത്ത് നിൽക്കുന്നത്. അതിങ്ങനെ ആ പരിപ്പ് കറിയും കൂട്ടിയിട്ട് നമ്മൾ കഴിക്കുമ്പം ഒരു എന്താ പറയണ്ടേ, ഒരു പ്രത്യേക നിർവൃതിയാണ് കേട്ടോ. ഞാനൊരു ബീഫ് കറി ഉണ്ടാക്കിയാലും എനിക്ക് ഈ ടേസ്റ്റ് കിട്ടാറില്ല കേട്ടോ. ഉമ്മയുടെ ബീഫ് കറി അത്രയ്ക്ക് അടിപൊളിയാണ്. അതുപോലെ ഫാസിയുടെ ചോറും. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഫാസിയുടെ കുക്കിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് വഴിയെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ദേ ഗോക്കപ്പന് ഞാനിവിടെ ഇതിൻ്റെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഈദ് അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഗോക്കപ്പനും അടിച്ചു പൊളിച്ചു. അതിൻ്റെ വീഡിയോസൊക്കെ ദേ വഴിയേ വരും. ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് ഉണ്ടാക്കി തന്നാൽ ദേ പ്ലേറ്റ് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത്രയും ഹലോ മക്കളെ, അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക് കേട്ടോ. എല്ലാവരും ഈദൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാ പെരുന്നാളുകളും ഞാൻ ആഘോഷിക്കുന്നത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഫാസിയുടെ വീട്ടിലാട്ടോ. അപ്പം ഇത്തവണ അവളുടെ വീട്ടിൽ തന്നെയാണ് ഞാനും കൊക്കപ്പനോട് ആഘോഷിക്കാൻ പോയത്. പിന്നെ ദേ മെയിനായിട്ട് നടക്കുന്ന ഒരു കാര്യം കേട്ടോ, ഫുഡ് അടി. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഉമ്മിച്ചാടെ ബീഫ് കറി കേട്ടോ. ഒരു മസാലകളുടെയും കുത്ത് ഒന്നും തന്നെ ഇല്ലാതെ ഒതൻറ്റിക് ആയിട്ട് ആ ബീഫിൻ്റെ ടേസ്റ്റ് തന്നെ കേട്ടോ ഇങ്ങനെ എടുത്ത് നിൽക്കുന്നത്. അതിങ്ങനെ ആ പരിപ്പ് കറിയും കൂട്ടിയിട്ട് നമ്മൾ കഴിക്കുമ്പം ഒരു എന്താ പറയണ്ടേ, ഒരു പ്രത്യേക നിർവൃതിയാണ് കേട്ടോ. ഞാനൊരു ബീഫ് കറി ഉണ്ടാക്കിയാലും എനിക്ക് ഈ ടേസ്റ്റ് കിട്ടാറില്ല കേട്ടോ. ഉമ്മയുടെ ബീഫ് കറി അത്രയ്ക്ക് അടിപൊളിയാണ്. അതുപോലെ ഫാസിയുടെ ചോറും. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഫാസിയുടെ കുക്കിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് വഴിയെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ദേ ഗോക്കപ്പന് ഞാനിവിടെ ഇതിൻ്റെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഈദ് അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഗോക്കപ്പനും അടിച്ചു പൊളിച്ചു. അതിൻ്റെ വീഡിയോസൊക്കെ ദേ വഴിയേ വരും. ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് ഉണ്ടാക്കി തന്നാൽ ദേ പ്ലേറ്റ് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത്രയും